റൊമാൻറ്റിക് കെ ഡ്രാമകൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് 3 കിടിലൻ റൊമാൻറ്റിക് കെ ഡ്രാമകൾ പറഞ്ഞുതരാം. അതിനു മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ കമൻറ്റ് സെക്ഷനിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിറത്തിലുള്ളൊരു ഹാർട്ടും കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തേത് 2023 റിലീസായ ഡെസ്റ്റിൻഡ് വിത്ത് യു എന്ന് പറയുന്ന സീരീസാണ്. മൊത്തം 16 എപ്പിസോഡാണ് ഇതിലുള്ളത്. അപ്പോൾ സീരീസ് എന്ന് പറയുന്നത് നമ്മുടെ നായകൻ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ലോയറാണ്. നായിക എന്ന് പറയുന്നത് ഒരു ലോ ഗ്രേഡിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥയാണ്. അപ്പോൾ നമ്മുടെ നായകൻ്റെ കുടുംബത്തിൽ തലമുറകളായിട്ട് കൈമാറി വരുന്ന ഒരു ശാപമുണ്ട്. അതേസമയം നായികയുടെ ജീവിതത്തിൽ ജോലി ഭാരം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടുന്നതും അവർക്കിടയിലുണ്ടാകുന്ന റിലേഷൻഷിപ്പും പിന്നെ ഉണ്ടാകുന്ന മാറ്റങ്ങളുമാണ് ഈ ഒരു സീരീസ്. രണ്ടാമത്തേത് 2023 റിലീസായ ട്വിങ്ക്ലിംഗ് വാട്ടർമെലൺ എന്ന് പറയുന്ന സീരീസാണ്. 16 എപ്പിസോഡുണ്ട് ഇതിൽ. അപ്പോൾ സീരീസ് എന്ന് പറയുന്നത് നമ്മുടെ നായകൻ എന്ന് പറയുന്നത് ഒരു സംഗീതപ്രേമിയാണ്. പക്ഷേ അവൻ്റെ മാതാപിതാക്കൾക്ക് കേൾവിശക്തിയില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൻ്റെ അച്ഛനുമായിട്ട് വഴക്കിട്ടിട്ട് ഇറങ്ങിപ്പോകുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ടൈം ട്രാവൽ ചെയ്യപ്പെട്ടിട്ട് യുവാവായിട്ടുള്ള അവൻ്റെ അച്ഛൻ്റെ കാലഘട്ടത്തിൽ എത്തുകയും അവൻ്റെ അച്ഛനും അവനും ഫ്രണ്ട്സായിട്ട് ഒരു ബാൻഡ് വാട്ടർമെലൺ ഷുഗർ എന്ന് പറയുന്ന ഒരു ബാൻഡ് ഫോം ചെയ്യുകയും അവൻ്റെ അച്ഛൻ ആ ഒരു സമയത്ത് ഒരു ക്രഷ് ഉണ്ടായിരുന്നു. ആ ഒരു ക്രഷിൽ നിന്ന് നിലവിലുള്ള അമ്മയെ തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നതുമാണ് ഈ ഒരു സീരീസ്. മൂന്നാമത്തേത് 2023 റിലീസായ ഫയർ വർക്ക്സ് ഓഫ് മൈ ഹാർട്ട് എന്ന് പറയുന്ന സീരീസാണ്. അപ്പോൾ ഈ ഒരു സീരീസിൽ നമ്മുടെ നായകനും നായികയും ടീനേജ് കാലഘട്ടത്തിൽ സെപ്പറേറ്റ് ആവപ്പെടുകയും പിന്നെ ഒരു 10 വർഷത്തിന് ശേഷം അവർ വീണ്ടും കണ്ടുമുട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ നായകൻ ഒരു ഫയർ ഫൈറ്ററും നായിക ഒരു ഡോക്ടറും ആയിരിക്കും. അപ്പോൾ ഒരു ഇൻസിഡൻറ്റിൻ്റെ ഇടയിലാണ് അവർ വീണ്ടും കണ്ടുമുട്ടുന്നത്. പിന്നെ അവരുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഈ ഒരു സീരീസ്.